ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് പറയാവോ, ലവ് മാരേജ് അല്ലേ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാവോ, മാരേജിന് ശേഷമുള്ള കാര്യങ്ങളും അതുപോലെ മാരേജിന് മുമ്പും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ദൂരത്ത് നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്, എങ്ങനെയാണ് പ്രണയത്തിലായത്, നിങ്ങൾ എങ്ങനെയാണ് കണ്ടേ, ആദ്യമായിട്ട് എങ്ങനെ കണ്ടേ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ പിന്നെ പറയായോ അതൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാകുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒരു നാണമായിട്ടാ. കാരണം ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ചേട്ടന്റെ സ്ഥാനത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളവരൊക്കെ ആയിരിക്കും എന്നോട് ഇതൊന്ന് ചോദിക്കണം. അപ്പൊ എനിക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ എനിക്ക് ഷൈ ആയതുകൊണ്ട് ഞാൻ പറയാറില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് പറയാമെന്ന്. അപ്പൊ എനിക്ക് ഓരോരുത്തരോട് പറയണ്ടല്ലോ, അപ്പൊ എല്ലാവർക്കും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാത്രമല്ല പിന്നീട് എപ്പോഴെങ്കിലും എൻ്റെ മോളിപ്പോൾ വലുതായി കഴിഞ്ഞാൽ അവൾക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റോറി ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വലിച്ചു നീട്ടാണ്ട് നേരെ സ്റ്റോറിയിലോട്ട് തന്നെ പോവാം കേട്ടോ. ഞങ്ങളുടേതെന്ന് പറഞ്ഞ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ അത് ഓർക്കുമ്പോ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് പെരുമ്പാവൂരാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട പന്തളത്താണ് കേട്ടോ. അപ്പൊ തന്നെ ഒത്തിരി ദൂരെയാണ്. അത് പോരാന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കേട്ടോ. അന്ന് ഹസ്ബൻഡ് അല്ല, അന്ന് സാധാരണ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. കാരണം ഞങ്ങൾ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വർഷങ്ങൾക്ക് മുമ്പ് ആളെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, നേരിട്ടല്ല അല്ലാണ്ട് തന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഇന്ന ആളാണ് പ്രൊഫൈലെല്ലാം ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. ഭയങ്കര ഒരു നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. കുറേ വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ഒരേ സ്ഥലത്താണ്. അങ്ങനെ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ പല പ്രാവശ്യം നാട്ടിലൊക്കെ വരുമ്പോൾ എന്നോട് പറയാറൊക്കെ ഉണ്ട് ആളുടെ കാര്യങ്ങളൊക്കെ. എന്നാലും ഞാനത് കേട്ട് വിട്ട് അങ്ങനെ പോവാറുള്ളൂ. കാരണം വലുതായിട്ട് നമുക്ക് അറിയത്തൊന്നുമില്ലല്ലോ. ആ ഒരു ചേട്ടൻ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആദ്യം എനിക്ക് 2012 എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അന്ന് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ ഫോണുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ അമ്മയുടെ ഫോൺ ഉപയോഗിച്ചിട്ട് വല്ലപ്പോഴും ഒന്ന് ഫേസ്ബുക്കിൽ കയറും, അങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്ക് അത്രയ്ക്കൊന്നും പരിചയമില്ല അക്കൗണ്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ തന്നെ യൂസ് ചെയ്യാനോ ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാനോ അതൊന്നല്ല. നോക്കിയയുടെ ഒരു കാലഘട്ടമാണ് കേട്ടോ അന്ന്. അപ്പോൾ അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. 2017 ആയപ്പോഴാണ് എനിക്കൊരു ഫോൺ മേടിച്ചത്. അതും നോക്കിയാണ് കേട്ടോ. അത് ഇനി കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടച്ചിലൊക്കെ ആവുന്നത്. അതും ഒരു പൊട്ട ഫോണാണ് എൻ്റെ കയ്യിൽ നിന്ന്, ചെറിയൊരു ഫോണായിരുന്നു കേട്ടോ, സാംസങ്ങിന്റെ. അപ്പോൾ 2012 ഫേസ്ബുക്ക് അക്കൗണ്ട് എനിക്കുണ്ടായിരുന്നു. അന്നേരം ഈ ചേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ ഒക്കെ ഫ്രണ്ട് ലിസ്റ്റിൽ ഈ ചേട്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫേസ്ബുക്ക് ഒക്കെ ഉപേക്ഷിച്ചു. കാരണം എൻ്റെ അമ്മയുടെ ഫോണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒത്തിരി ഒന്നും അങ്ങനെ നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് എനിക്ക് ഒത്തിരി പറയാനൊന്നുമില്ല, ചെറുതാണ്. അതിനുശേഷം അതെല്ലാം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് 2017 എനിക്ക് ഫോണായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് എടുത്തു കേട്ടോ. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഫൈലൊന്നും അങ്ങനെ ഇടത്തില്ലല്ലോ, ഫേസ് ഒന്നും കാണിച്ചിട്ട്. ആ ഒരു കാലഘട്ടത്തിന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു. അന്ന് ആരും അങ്ങനെ പ്രൊഫൈലൊന്നും ഇടത്തില്ല, പ്രത്യേകിച്ച് ലേഡീസ് കേട്ടോ. ആയിഷയുടെ ഭയങ്കര കളി. രാവിലെ തൊട്ട് അവള് ബക്കറ്റ് വെച്ചിട്ട് വണ്ടി കളിക്കുവാണ് കേട്ടോ. ഇപ്പൊ എന്റെ താഴെ വന്ന് നിൽക്കുന്നുണ്ട് ആള്. അപ്പൊ ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്, ഇവള് എന്തിനാ അപകടം കാണിക്കുന്നുണ്ടോ. കൊച്ചുകുട്ടിയല്ലേ, ഇപ്പൊ ഈ അപകടത്തിലൊക്കെ പോയി ചാടുന്നൊരു പ്രായമല്ലേ. അപ്പൊ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നവളെ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ 2017 ഒരു നവംബർ മാസത്തിലാണ് എനിക്ക് ഫോൺ മേടിക്കണത്. ഫോൺ മേടിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫേസ്ബുക്ക് അതുപോലെ വാട്സപ്പ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കൂടി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഫോൺ കടയുണ്ടല്ലോ അവളോട്ട് പോവാണ് പതിവ്. ഫോൺ പിടിച്ചിട്ട് ഞാൻ കടയിൽ പോയിട്ട്, അതായത് ക്ലാസ്സിലൊക്കെ പോണ സമയത്ത് ഞാൻ ആ ഫോൺ ആ കടയിൽ കൊടുത്തിട്ട് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് തരാണ്ടെങ്കിൽ അവരോട് പറയുക ചെയ്യാറ്. അങ്ങനെ എക്സെൻഡർ ആ ഒരു സമയം കേട്ടോ, ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ അവരത് ഇൻസ്റ്റാൾ ചെയ്ത് തരാണ് പതിവ്. ഞാനപ്പോ ഒരു ദിവസം ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ആ ഒരു സമയത്ത് കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് ചെയ്യാൻ നോക്കിയിട്ട് ഈ ഒരു ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജേ പോകുന്നില്ല. എല്ലാ മെസ്സേജുകളും ഇങ്ങോട്ട് വരുന്നുണ്ട്, റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എനിക്കതുപോലെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ പറ്റുന്നില്ല. എന്നെയാണെങ്കിൽ ആർക്കും തിരിച്ചറിയാനും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഫൈൽ പിക്ചറൊന്നും ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ എല്ലാവരെയും എനിക്കറിയാം, ഇത് എൻ്റെ കൂടെ പഠിക്കുന്ന ആളാണ്, അതെല്ലാം എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ
ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അയ്യോ ഞാൻ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ട്, എനിക്കൊന്ന് ഇതൊന്ന് ഇൻസ്റ്റാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊന്നും ചോദിക്കാൻ എനിക്ക് പേടിയായിട്ട്. അന്ന് ഞങ്ങളുടെ ആ ഒരു പരിചയത്തിലൊന്നും അധികം ആൾക്കാർക്കൊന്നും ഫോണോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ, ഫോണിലൊന്നും യൂസ് ചെയ്യാനോ കാര്യങ്ങളൊന്നും അന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ ആ പ്രൊഫൈൽ, എൻ്റെ കസിൻ്റെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന ഈ ചേട്ടൻ്റെ അടുത്ത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് പ്രൊഫൈലൊന്ന് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരാമോ, ഫേസ്ബുക്ക് ഒന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേ, ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാനും പറ്റുന്നില്ല, റിക്വസ്റ്റ് ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ മെസ്സേഞ്ചർ സെപ്പറേറ്റ് ആണ് പലരുടെ ഫോണിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ചിലർക്കാണെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ മെസ്സേജ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക ഒരു എന്താ ചിലർ അഡീഷണൽ ആയിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, മെസ്സേജ് എന്ന് പറഞ്ഞ ആപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മെസ്സേജർ സെപ്പറേറ്റ് എടുത്തിട്ടാണ്, എനിക്ക് ഫേസ്ബുക്കിൽ തന്നെ മെസ്സഞ്ചർ കിട്ടുന്നില്ല, അപ്പം ഞാൻ സെപ്പറേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ മെസ്സഞ്ചർ എടുക്കും, മെസ്സഞ്ചർ ഡിലീറ്റ് ആയി പോകും, മെസ്സഞ്ചർ എടുക്കും, തന്നെത്താൻ അതെന്തോ എററായിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ ഒരു വിധം ഞാൻ എങ്ങനെയൊക്കെയോ റെഡി ആക്കിയിട്ട് ഞാൻ ഈ ചേട്ടന് മെസ്സേജ് അയക്കാൻ, ചേട്ടാ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് സെക്യൂർ ആക്കി തരാമോ, എനിക്ക് ഇങ്ങനെയൊക്കെ റിക്വസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ബ്ലോക്കായി പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും റിപ്ലൈ ഇല്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം അയച്ചു. അന്ന് മൊത്തം വെയിറ്റ് ചെയ്തിട്ട് ഈ ചേട്ടൻ്റെ ഒരു വിവരവും ഇല്ല. അങ്ങനെ ഞാൻ അന്ന് മൊത്തവും വെയിറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഈ മെസ്സേജ് തന്നെ അയക്കാം കേട്ടോ. അങ്ങനെ 2-3 ദിവസം മെസ്സേജ് അയച്ച് പിന്നെ ഞാൻ ഹായ് എന്ന് അയക്കാൻ തുടങ്ങി, കാരണം റിപ്ലൈ ഒന്നും വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ മെസ്സേജ് അയക്കാൻ പോയില്ല. 2 പ്രാവശ്യം മെസ്സേജ് ചെയ്തപ്പോൾ ഈ ചേട്ടനോട് റിപ്ലൈ തരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ ജാടയാണെന്നാ തോന്നണം, ഇനിയിപ്പോൾ ഒന്നും മിണ്ടണ്ട, ഇനിയിപ്പോൾ പോവാണെങ്കിൽ പോയിക്കോട്ടെ, ഇനി ഫേസ്ബുക്ക് യൂസ് ചെയ്യണ്ട, അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ 2017 നവംബർ ഒരു ഫസ്റ്റിലൊക്കെയാണ് ഫോൺ എടുത്തത്. 2017 നവംബർ 25-ാം തീയതി 26-ാം തീയതി ഈ ചേട്ടൻ മെസ്സേജ് അയച്ചു തിരിച്ചു. ഹായ് എന്ന് പറഞ്ഞു അയച്ചു. അപ്പൊ ഞാൻ തിരിച്ച് ഹായ് എന്ന് പറഞ്ഞു അയച്ചു. മൊത്തം ടൈപ്പിംഗ് കേട്ടോ. ഞാൻ ചേട്ടാ എന്റെ ഇങ്ങനത്തെ പ്രശ്നമാണ്, ചേട്ടൻ അത് നോക്കിയിട്ട് സെക്യൂർ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ മെസ്സേജ് അങ്ങോട്ട് അയച്ചു. അത് കഴിഞ്ഞപ്പോ ശരി ചെയ്തു തരാം, അപ്പൊ ഏതാണ്ടിലൊക്കെ പിടിച്ച് ഞെക്കിക്കോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എന്റെ മെസ്സേഞ്ചർ അപ്പൊ തന്നെ ബ്ലോക്ക് ആയി പോയിട്ടോ. അന്നേരം തന്നെ ഒരു 5 മെസ്സേജ് ഇങ്ങോട്ട് തിരിച്ച് ഇതിലൊക്കെ ഈ ആപ്പിൽ ഇതിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞ, സെറ്റിങ്സ് ഇന്നതൊക്കെ മാറ്റിയിടണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ അതടിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ആപ്പ് സ്റ്റോറിൽ നിന്ന്, ആപ്പ് സ്റ്റോർ അല്ല, എന്താണ് നമ്മൾ എടുക്കുമല്ലോ, പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ എടുക്കുമല്ലോ ആപ്പ്, ആ ആപ്പുകൾ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അന്ന് ഒരു പ്രാവശ്യം മെസ്സേഞ്ചർ എടുത്തിട്ട് പിന്നെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ എടുക്കാൻ പറ്റത്തില്ല മെസ്സേജർ, പിന്നെ പിറ്റേ ദിവസം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പിറ്റേ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിറ്റേ ദിവസമായിട്ട് വേണം ഇതിന് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്, സെറ്റിങ്സ് എന്താ ഇനി മാറ്റേണ്ടതെന്നൊക്കെ അറിയാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഈ ചേട്ടനെ സെർച്ച് ചെയ്യുകയാണ്. എനിക്കാണ് ചേട്ടൻ്റെ പേരറിയാൻ പാടില്ല. പിന്നെ ഞാൻ ആ കസിന്റെ ഇത് നോക്കിയിട്ട് ഞാൻ ചേട്ടന്റെ ഇതൊക്കെ വിവരമൊക്കെ എടുത്തിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാണ്. അപ്പൊ പിന്നെ റിപ്ലൈക്ക് വേണ്ടി പിന്നെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തപ്പോഴാണ് പിന്നെ പിറ്റേ ദിവസമായപ്പോൾ റിപ്ലൈ കിട്ടിട്ടോ. പിറ്റേ ദിവസമായിട്ട് റിപ്ലൈ കിട്ടി കഴിഞ്ഞ് ഞാൻ ഇനി ബാക്കി പറയാം, എൻ്റെ അത് ഡിലീറ്റ് ആയി പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഒന്നും റിപ്ലൈ എനിക്ക് കിട്ടിയില്ല. ഞാൻ ആ മെസ്സേജ് ഇങ്ങനെ വിട്ടിട്ട് ഞാൻ പിന്നെ പോയി എൻ്റെ പണിക്ക്. കാരണം ഞാൻ അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അക്കൗണ്ടന്റ് ആയിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത്. അപ്പൊ രാവിലെ ഒരു 8:30-8:45 ആകുമ്പോഴത്തേന് ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 9:30 ആകുമ്പോൾ ആ ഷോപ്പിലെത്തും. ഷോപ്പിലെത്തി കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരാം. 5:30 ആകുമ്പോൾ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 6-6:15 ആകുമ്പോൾ വീട്ടിലെത്തത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നെറ്റ് അധികം ഉപയോഗിക്കത്തില്ല, കാരണം പെട്ടെന്ന് നെറ്റ് തീർന്നു പോകും. അതുകൊണ്ട് കാരണം എങ്ങാണ്ട് 1 GB 2 GB എങ്ങാണ്ട് ഉള്ളൂ. ഇതൊരു മാസത്തേക്ക് അട്ടോ ചെയ്യണം, അത്രേ ഉള്ളൂ എൻ്റെ നെറ്റ് തന്നെ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നെറ്റ് ഓഫ് ചെയ്യും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ 9:30-9:45 ആകുമ്പോൾ ഞാൻ അവിടുത്തെ വൈഫൈ ആണ് ഓഫീസിലെ വൈഫൈ ആണ് ഞാൻ യൂസ് ചെയ്യാറ്.
അത് കഴിഞ്ഞ് 5:30 വരെ ആ വൈഫൈയിലായിരിക്കും ഫോൺ ഉണ്ടാവുക. 5:30 കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ നെറ്റ് കണക്ട് ചെയ്യാം, എൻ്റെ മൊബൈൽ ഡേറ്റ കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട്, ചേട്ടാ ഞാൻ ഇന്ന സെറ്റിങ്സ് ഒക്കെ മാറ്റി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഈ സാധനം റെഡി ആയിട്ടില്ല, ഈ സാധനം അടിച്ചു പോയിട്ടുണ്ട്, പിന്നെ ഞാൻ മെസ്സേഞ്ചർ എടുത്തിട്ട് ഞാൻ ചേട്ടൻ മെസ്സേജ് ചെയ്യുവാണ്, എത്രയും പെട്ടെന്ന് എനിക്ക് റിപ്ലൈ തരണം എന്നും പറഞ്ഞുകൊണ്ട് വിട്ടു. അപ്പൊ ആള് കണ്ടിട്ടില്ല. 2 ടിക്കൊക്കെ വീണ് അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ ബ്ലൂ ടിക്ക് ആയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടും റിപ്ലൈ ഒന്നുമില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ റിപ്ലൈ ഉണ്ട്, വേറെ എന്താണ്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതൊന്നും ചെയ്തിട്ട് കിട്ടിയില്ല, നിന്റെ മെസ്സഞ്ചർ ഡിലീറ്റ് ആയി ഇനിയും പോവുകയാണെങ്കിൽ, അപ്പൊ ഞാൻ ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ മെസ്സഞ്ചർ പോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് അറിയില്ല, മെസ്സഞ്ചർ എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റത്തില്ല, ഇനി നാളെ എടുക്കാൻ പറ്റുള്ളൂ, ഒരു ദിവസത്തിൽ എനിക്ക് ഒരു പ്രാവശ്യമാണ് മെസ്സഞ്ചർ പ്ലേ സ്റ്റോറിൽ നിന്ന് വർക്ക് ആവുന്നുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ട് വേണമായിരുന്നു. അപ്പൊ പറഞ്ഞു, ഇനി എങ്ങാനും ഇതിനകത്തുനിന്ന് മെസ്സഞ്ചർ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് ഇന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം എന്ന്. അപ്പൊ പുള്ളിക്ക് അറിഞ്ഞൂടാ ഞാൻ ആണാണോ പെണ്ണാണോ എന്താണ് ഒന്നും പുള്ളിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആരോ ഒരാൾ മെസ്സേജ് അയക്കുന്നു, അതിന് റിപ്ലൈ കൊടുക്കുന്നു, അല്ലാണ്ട് ഇന്ന ആളാന്നോ പേരെന്തോന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ ഇനിയിപ്പോ പെൺകുട്ടിയാണോന്നും ഇല്ല അറിയത്തില്ല ആൾക്ക്. അപ്പൊ ഞാനും ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന ആവശ്യം മാത്രമേ, കസിന്റെ ഇന്ന സിസ്റ്റർ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, ഇന്ന ആളുടെ സിസ്റ്റർ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ. അങ്ങനെയൊന്നും പറയണ്ട, ഇനിയിപ്പോ എങ്ങാനും പറഞ്ഞ ഈ ചേട്ടൻ പോയിട്ട് കസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താലും ചോദിച്ചാൽ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ പുള്ളി ആ നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, സുഭിക്ഷം പോലെ ഞാൻ ഈ മെസ്സേജ് വായിക്കലും ഈ സാധനം വീണ്ടും പ്രശ്നമായിട്ട് ഈ ആപ്പ്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ കുറേ പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം, ആ മൊബൈൽ നമ്പർ അവിടെ കിടക്കണ്ടേ എന്നാൽ പോലും ഞാൻ പിറ്റേ ദിവസം പിന്നെയും മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെയും പുള്ളിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിട്ട് ഇനി ബാക്കി ഇത്രയും ചെയ്തിട്ടും ഇന്നലെ ഈ സംഭവം അടിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇന്ന് പുതിയ മെസ്സഞ്ചർ എടുത്താണ് ചേട്ടാ പറഞ്ഞാൽ പിന്നെയും മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പാസ്വേഡും പിന്നെ അതായത് എൻ്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് യൂസർ നെയിം ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടേക്കാം, ചേട്ടൻ അത് കയറിയിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സെക്യൂർ ചെയ്ത് തരണം, കാരണം എൻ്റെ ഇത് എപ്പോഴും അടിച്ചു പോവുകയാണ്. അപ്പൊ എനിക്ക് വീണ്ടും ഈ മെസ്സഞ്ചർ മാത്രമല്ല ഫേസ്ബുക്കും കൂടി പിന്നെ ഇങ്ങനെ പേരൊക്കെ അടിച്ചു കൊടുത്ത് പിന്നെയും പുതിയതായിട്ട് തുടങ്ങേണ്ടി വരികയാണ്. അപ്പൊ ഞാൻ അത്രയും നേരം ആഡ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനെയും പിന്നെയും പോയിട്ട് പിന്നെയും ഞാൻ എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും റിക്വസ്റ്റ് കൊടുക്കും. അപ്പൊ എല്ലാവരും ചോദിക്കേണ്ടത് നിനക്ക് എത്ര ഫേസ്ബുക്ക് ആണെന്ന്. അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞു മതിയായി തുടങ്ങി, കാരണം എൻ്റെ ഫേസ്ബുക്ക് അടിച്ചു പോവാണ്. അങ്ങനെ ഞാൻ ഒരുവിധം അതൊക്കെ അയച്ച് എൻ്റെ പാസ്വേഡ് യൂസർ നെയിം ഈ യാതൊരു പരിചയമില്ലാതെ ചേട്ടൻ്റെ അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്തൊക്കെയോ ചെയ്തിട്ട് പിറ്റേ ദിവസം അത് റെഡിയാക്കിയിട്ട് അവിടെ ഇട്ടായിരുന്നു, അതേ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ പാസ്വേഡൊക്കെ അതൊക്കെ തന്നെ, എന്നിട്ട് ഞാൻ അതിനകത്ത് കയറി, എന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് ശരി എൻ്റെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ പോയിട്ടില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു ഹായ് അയച്ചു, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചു. പരിചയമൊന്നുമില്ലല്ലോ, ഈ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കോണ്ടാക്ട് ചെയ്തത്, അത് കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു 10-15-20 ദിവസം ആ മെസ്സഞ്ചറും ആ ഒരു ഫേസ്ബുക്ക് അങ്ങനെ പോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഇത് നേരത്തെ പോലെ തന്നെ ആ ഫേസ്ബുക്കും മെസ്സഞ്ചറും പിന്നെ ബ്ലോക്ക് ആയിപ്പോയി. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആ ഫോണിന്റെ എന്തോ സെറ്റിങ്സിന്റെ പ്രശ്നമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ചെയ്യണ്ട, നമ്മൾ സാധാരണ രീതിയിൽ തന്നെ വെറുതെ ഇങ്ങനെ ഞാൻ ഫീഡ്സ് ഒക്കെ നോക്കത്തുള്ളൂ, ഇതിനകത്ത് വെറുതെ കളിക്കാനുള്ള സമയമില്ല, എനിക്കൊട്ട് അറിയാനും പാടില്ല ഇതിനകത്ത്. ആകെ ഫ്രണ്ട്സിനൊക്കെ റിക്വസ്റ്റ് കൊടുക്കും, അവരോട് എന്തെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യും, അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അടിച്ചു പോയി കഴിഞ്ഞ് പിന്നെ എന്ത് ഇത് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യത്തേ ഇല്ല. ഇൻസ്റ്റാൾ ആയാൽ തന്നെ മെസ്സേജ് അയക്കാൻ പറ്റില്ല, വെറുതെ ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി ആരോട് പറയും. എൻ്റെ വീട്ടില് ചോദിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞു ഫോണേ ഉള്ളേ, പിന്നെ അച്ഛനെ ഇതിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അധികം ഫോണൊന്നുമില്ല, 2-3 പേർക്കുള്ളൂ ഫോൺ. എനിക്ക് നാണക്കേടാണ്, നമുക്കത് അറിയില്ലെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ നാണക്കേടാണ്. പിന്നെ മാത്രം ആൺകുട്ടികൾക്കൊക്കെ അറിയാം, പക്ഷെ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ എനിക്കൊരു പേടി, അതുകൊണ്ട് ഞാൻ ഫോണൊന്നും കൊടുക്കത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഈ ചേട്ടനെ തന്നെ കോണ്ടാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മൊബൈൽ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്ത് മെസ്സേജ് പോകത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ചേട്ടൻ പുറത്തല്ലേ, അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയോ കോഡൊക്കെ വെച്ചിട്ട് വേണം മെസ്സേജ് അയക്കാൻ, വാട്സപ്പ് ആഡ് ചെയ്തിട്ടൊക്കെ വേണം.
അപ്പൊ എന്റെ കയ്യിൽ എന്ത് ചെയ്ത് ആഡാവുന്നില്ല. ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ ആഡാക്കിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, ഹായ് ഞാൻ ഇന്ന പേര് മാത്രം പറഞ്ഞു, ഹായ് ഞാൻ ഇന്ന ആളാണ്, അന്നേരം ഫേസ്ബുക്ക് റെഡിയാക്കി തന്ന ആളാണ്, ഫേസ്ബുക്ക് അടിച്ചു പോയി. അന്നത്തെ പോലെ തന്നെ മെസ്സേജ് ഇന്നും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഡ്യൂട്ടിക്ക് പോയപ്പോഴായിരുന്നു തോന്നുന്നു ചേട്ടൻ, പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് മെസ്സേജ് എനിക്ക് തിരിച്ചയക്കുന്നത്. ആണോ നിന്റെ അടിച്ചു പോയോ എന്നൊരു കാര്യം ചെയ്യും, ഞാൻ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്പർ വെച്ചിട്ട് പുള്ളി ഒ ടി പി ഒക്കെ വെച്ച് എൻ്റെ ഒ ടി പി വരും, ഞാൻ പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ എനിക്കൊരു ഫേസ്ബുക്കും മെസ്സഞ്ചറും ക്രിയേറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങള് വാട്സപ്പിൽ ക്രിയേറ്റ് ഒക്കെ ചെയ്ത് തന്നല്ലോ, സന്തോഷം. അപ്പൊ ഞങ്ങൾ സംസാരിച്ചൊക്കെ തുടങ്ങി കേട്ടോ, ഇടയ്ക്ക് എല്ലാവർക്കും സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നെ മനസ്സിലായോ, ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളുടെ സിസ്റ്ററാണ് ഞാൻ, ഇന്ന ആളെ എൻ്റെ കസിനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആണോ, നീ ഇന്ന ആളുടെ കസിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ പേരിട്ട് നന്നായിട്ട് കുറേ നേരം കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായല്ലോ, ഞങ്ങൾ കുറച്ചുകൂടെ ഇതിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പൊ ഇനി എന്നും മെസ്സേജ് അയക്കും, രാവിലെ ഗുഡ് മോർണിംഗ് അയക്കും, വൈകുന്നേരം ഗുഡ് ഈവനിങ് അങ്ങനെയൊക്കെ അയക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചു, നീ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പേരെന്താണ്, എന്തോരം പഠിച്ചു, എങ്ങനെയാ വീട് ഇവിടെ, അവരുടെ വീടിന്റെ തൊട്ടടുത്താണോ, അവിടെ ഞാൻ വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഡെയിലി സംസാരിക്കും കേട്ടോ ഞങ്ങൾ തമ്മിൽ. പിന്നെ എൻ്റെ അനിയത്തിയായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാന്ന് വെച്ചാൽ ചാറ്റ് ചെയ്യലാട്ടോ, ചാറ്റ് ചെയ്യും ഞങ്ങൾ. പിന്നെ പാട്ട് പാടും ഞങ്ങൾ. എന്നെ അനിയത്തി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അപ്പൊ ഞങ്ങള് 3 പേര് പാട്ട് പാടും. അപ്പോൾ പാട്ടൊക്കെ പാടും ഞങ്ങള് ഫോണിൽ കൂടെ കേട്ടോ. മെസ്സഞ്ചറിൽ കൂടെ അല്ല, വാട്സപ്പിൽ കൂടെ. മെസ്സഞ്ചർ ഒക്കെ ഞങ്ങൾ വിട്ടു, ഞങ്ങള് പിന്നെ വാട്സപ്പ് വഴിയായി സംസാരം. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയി കേട്ടോ. കുറെ നാളങ്ങനെ ഒരു 10-20 ദിവസം അങ്ങനെയേ പോയി കേട്ടോ. അപ്പൊ നല്ല അടുപ്പായി ഞങ്ങള്. കാരണം കസിന്റെ ആ ഒരു എന്റെ കസിന്റെ ഇതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര സ്വാതന്ത്ര്യം. പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി, കാരണം പുള്ളിക്ക് അറിയാലോ, നാട് വീടെല്ലാം അറിയാം. അപ്പൊ കാര്യങ്ങളെല്ലാം ചോദിക്കാനൊക്കെ തുടങ്ങി. ഞാൻ അപ്പൊ അന്ന് ഞാൻ വന്നപ്പോ നീ എവിടെയായിരുന്നു, എന്നെ കണ്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന്റെ തൊട്ടടുത്താണെങ്കിലും ഞങ്ങൾ എപ്പോഴും അവരെ വീട്ടിലോട്ടൊന്നും പോവാറൊന്നുമില്ല, വല്ലപ്പോഴും കാണും, അങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറെ നേരം സംസാരിച്ചോ. എന്തൊക്കെ സംസാരിച്ചൊന്നും ഓർമ്മയില്ലെന്ന്, പക്ഷെ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു കേട്ടോ, ചാറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ചാറ്റ് ചെയ്ത് കുറെ ദിവസം എത്തിക്കഴിഞ്ഞപ്പോ ഐഷു വന്നാട്ടോ. എന്നെ ഇങ്ങനെ ശല്യം ചെയ്യും ഐഷു. ശല്യം ചെയ്യുമെന്ന് വെച്ചാൽ എന്റെ ഈ ബൈക്കിലൊക്കെ പിടിച്ചങ്ങ് വലിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ആള്. അപ്പൊ വരണ്ട്. അയ്യോ എന്റെ ശല്യം ചെയ്യും പ്ലീസ്. അപ്പം അങ്ങനെ നല്ല പരിചയത്തിലൊക്കെ ആയി ഞങ്ങള്. കുറെ പരിചയത്തിൽ നല്ല സംസാരം, ഡെയിലി സംസാരമായി. അങ്ങനെ ഒരു ദിവസം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ നെറ്റ് തീർന്നുപോയി. നെറ്റ് തീർന്ന് അന്ന് നല്ല മഴയുള്ള ദിവസം കേട്ടോ. എനിക്കറിയാം അന്ന്, കാരണം ഞാൻ ഫോൺ മേടിച്ചതിന്റെ പിറ്റേ ദിവസമാണോ അതോ ഫോൺ 1-ാം തീയതി 2-ാം തീയതി ആണ് മേടിച്ചതല്ലോ, നവംബറിൽ. അപ്പൊ ഡിസംബർ എന്നോ അന്ന് നെറ്റ് തീർന്നുപോയി. നെറ്റങ്ങ് തീർന്നുപോയി കേട്ടോ. അപ്പൊ തലേ ദിവസം ഞാൻ നെറ്റ് തീരുമെന്ന് എനിക്ക് ഒരു 100 MB ഒക്കെ ആകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും. പറഞ്ഞാല് 100 MB ആകുമ്പോഴേ മെസ്സേജ് വരും കേട്ടോ, 100 MB ആയിട്ടുണ്ട് റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ 100 MB ആയി കഴിഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 100 MB ആയി, ഇനിയിപ്പോ ഏത് നിമിഷം നെറ്റ് തീർന്നു പോകും. അപ്പൊ എന്റെ ബാഗിൽ കിടക്കണ്ട ഒരു 110ന്റെ കാർഡ് കേട്ടോ, നെറ്റ് ചാർജ് ചെയ്യാനെ കൊണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ എന്താ പറയണേന്ന് അറിയാൻ വേണ്ടിട്ട്, എന്നെ മിസ് ചെയ്യുമെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അന്ന് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് പുള്ളിയെടുത്ത്, പുള്ളിക്കെന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു അന്നൊക്കെ കേട്ടോ. എന്നിട്ട് എന്റെ നെറ്റ് തീർന്നു, 100 MB പെട്ടെന്ന് തീർന്നു കേട്ടോ. അത് ഇനി പുള്ളിക്ക് ഒരു കുലുക്കവും ഇല്ല. അപ്പൊ എന്തേലും ആ കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ വിചാരം ഞാൻ ആ കാർഡ് റീചാർജ് ചെയ്തിട്ട് വരുമെന്നായിരിക്കും. ഞാൻ അവിടെ മയക്ക് വെച്ചിട്ടുണ്ട്, മോൻ പോയിക്കോ, എടുത്തു. അവിടെ മയക്കുണ്ട്, ദീദ എന്റെ അടിയിൽ മയക്കുണ്ട്, ചില മയക്ക് എടുത്തു. അങ്ങനെ പുള്ളിയുടെ വിചാരം ചിലപ്പോ ഈ കാർഡ് ഉണ്ടല്ലോ, എന്റെ കയ്യിൽ കാർഡ് ഉണ്ടല്ലോ, ഞാൻ ഇനി അത് റീചാർജ് ചെയ്തിട്ട് പുള്ളിയുടെ സംസാരിക്കാൻ വരുമെന്നായിരിക്കും വിചാരം. ഞാൻ വിചാരിച്ചു ഇനി ഇടണോ, ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം
പോയി പോവുമല്ലോ. അപ്പൊ നാളെ രാവിലെ ഇട്ടാലോ, അപ്പൊ നാളെ രാവിലെ ഫുൾ ഡേ എനിക്ക് നെറ്റ് കിട്ടിട്ട് അങ്ങനെ പോയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചു. അതായത് ഓൾറെഡി നെറ്റ് ആയല്ലോ. അപ്പൊ ഇന്നിപ്പോ 10-ാം തീയതി നെറ്റ് ആണെങ്കിൽ 10-ാം തീയതി നമ്മൾ നെറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ മാസം 10-ാം തീയതി ആകുമ്പോഴത്തേക്കും ആ നെറ്റ് തീർന്നു പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു നെറ്റ് 10-ാം തീയതി കഴിയാറായണ്ട, പക്ഷെ 11-ാം തീയതി രാവിലെ ഞാൻ ചെയ്യുവാണെങ്കിൽ പിന്നെ എനിക്ക് 11-ാം തീയതി വരെ കിട്ടൂലോ എന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുക. എന്നാലും എനിക്കൊരു അല്ല പോവാന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ഞാൻ പോന്നെ. അപ്പൊ ഞാൻ നെറ്റ് ചാർജ് ചെയ്ത് വെച്ച് കാർഡ് എടുത്ത് വലിയ കാര്യത്തിൽ ഒരൊറ്റ അങ്ങ് ഒരച്ചു കേട്ടോ. അന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ടുള്ള കാർഡൊക്കെയാ. സുഭിക്ഷം പോലെ ആ കാർഡ് മഴയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. തലേ ദിവസം മഴയുണ്ടായിരുന്നു, ആ മഴയിൽ നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് 2 അക്കം എന്ന് പറഞ്ഞിട്ട് മിസ്സായി പോയിട്ടോ. അങ്ങനെ പിന്നെ റീചാർജ് ചെയ്ത് നടന്നില്ല. അങ്ങനെ എനിക്ക് കിടന്നിട്ടൊരു സമാധാനമില്ല. അയ്യോ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്, ഒരു എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അയ്യോ ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു, പക്ഷെ എന്നൊക്കെ വിചാരിച്ചൊരു മിസ്സിങ്. അങ്ങനെ 45 MB അന്ന് എയർടെല്ലിൽ കിട്ടും, ഫ്രീ ആയിട്ടല്ല, ഇങ്ങനെ 8 രൂപ 9 രൂപ അങ്ങോട്ട് റീചാർജ് ചെയ്താൽ കിട്ടും കേട്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട്. അപ്പൊ ഞാൻ ക്രെഡിറ്റിൽ എയർടെല്ലിൽ നിന്ന് പൈസ എടുത്തിട്ട് 9 രൂപ 10 രൂപ അങ്ങാണ്ട് ക്രെഡിറ്റിൽ ചാർജ് ചെയ്തു. എന്നിട്ട് ഈ നെറ്റ് എടുത്തു. 45 MB അങ്ങാണ്ട് കിട്ടും കേട്ടോ. ആ 45 MB എടുത്തിട്ട് പുള്ളിക്ക് വീണ്ടും മെസ്സേജ് അയക്കുകയാണ്, യുവിന്റെ കാർഡ് ഇതുപോലെ മഴയത്ത് നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റീചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പോയി, ഇനിയിപ്പോൾ റീചാർജ് ചെയ്ത് നടക്കത്തില്ല, നാളെ ഞാൻ റീചാർജ് ചെയ്തിട്ട് വരാം കേട്ടോ, അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്. അവർക്ക് ശരി ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരുവാണ്. അപ്പോഴത്തേക്കും വർത്താനം പറഞ്ഞ് ആ 45 MB തീർന്നു കേട്ടോ. അത് ടപ്പേന്ന് വന്ന് തീർന്നു കേട്ടോ. അത് മാത്രം ടപ്പേന്ന് പറഞ്ഞ് തീർന്നു പോയതല്ല, അപ്പൊ ഓൾറെഡി 12 മണിയാകുമ്പത്തേക്കും അത് ആ യൂസ് അന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ആ 45 MB തീർത്തിട്ട് ഞാൻ പിന്നെ അന്ന് ശരിയെന്ന് വെച്ച് മിണ്ടാണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ വിളിക്കുന്നത്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ കുറച്ചേരം സംസാരിച്ചിട്ടോ. ഞാൻ ആദ്യം കോൾ എടുക്കാൻ മടിച്ചു, കാരണം എൻ്റെ തൊട്ടടുത്ത് എൻ്റെ അനിയത്തി കിടന്ന് ഉറങ്ങണ്ട. അപ്പൊ അവള് എങ്ങാനും പാര വെച്ചാലോന്ന് വെച്ച് ഭാഗ്യത്തിന് അവള് നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അനിയത്തി തൊട്ടടുത്ത് കിടക്കണ്ട, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ചേട്ടൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അപ്പൊ ചേട്ടൻ എന്തെങ്കിലും പറയും, അപ്പൊ ഞാൻ മൂളും, അത്രേ ഉള്ളൂ കേട്ടോ. അത് വല്ലാണ്ടൊന്നും പറയാനില്ല, കാരണം ഞങ്ങള് ഇഷ്ടത്തിലൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ നീ സാറില്ല, പേടിക്കണ്ട, ഇനിയിപ്പോ നാളെ വന്നാലും കുഴപ്പമില്ല, നെറ്റ് തീർന്നു പോയതല്ലേ, അപ്പൊ നീ എന്താ റീചാർജ് ചെയ്തില്ല, ഞാൻ വേണ്ടി റീചാർജ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ റീചാർജ് ചെയ്ത് തരണ്ട, എനിക്ക് അറിയൊന്നും ഇല്ലല്ലോ ചേട്ടൻ, ആളെ അങ്ങ് പേഴ്സണലി വല്ലാണ്ട് അടുപ്പൊന്നുമില്ല. നമ്മൾ വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവിടെ നിന്ന് റീചാർജ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ 110 രൂപയ്ക്കൊക്കെ എനിക്ക് ഒരാൾ വെറുതെ തരാന്ന് വെച്ചാൽ എനിക്കത് വലിയ താല്പര്യമില്ലായിരുന്നു അന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. ഞാൻ അപ്പൊ പറഞ്ഞു ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വെച്ചു. കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അന്ന് അവിടെ വെച്ചു കേട്ടോ. പിന്നെ പിറ്റേന്ന് ചാർജ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ കോളിംഗ് ആയി. അപ്പൊ ഇന്ന് കോൾ ചെയ്തല്ലോ, പിറ്റേ ദിവസം തൊട്ട് പിന്നെ ചാറ്റിങ് കുറഞ്ഞിട്ട് ഞങ്ങള് കോളിങ്ങിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ. പിന്നെ കോളിംഗ് ആയിരുന്നു. ഫോൺ വിളിക്കും, ഞങ്ങൾ സംസാരിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സംസാരിക്കും. അത് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോൾ വിളിക്കും, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചേട്ടൻ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തിരിഞ്ഞൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ചേരം സംസാരിക്കും വെക്കും. എന്നാലും അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എന്താ പറയുക റിലേഷൻഷിപ്പിലോട്ടൊന്നും ആയിട്ടില്ല. എന്നാലും ഉണ്ട്, രണ്ടുപേർക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, രണ്ടുപേർക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ പതുക്കെ പോവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കല്യാണാലോചന വന്നു കേട്ടോ. കല്യാണാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണാലോചന വേണ്ട, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ കല്യാണാലോചന വന്നു, അവര് പ്രോപ്പർ ചാനൽ വഴി വന്നതാണ്. അപ്പോൾ അവർ വീട്ടിലൊക്കെ വന്ന് അന്വേഷിച്ചു. ഓക്കെയാണ്, ഞങ്ങളുടെ ഫാമിലി ഒക്കെ ആയിട്ട് ഓക്കെയാണ്, വലിയ പൈസക്കാരൊന്നുമല്ല, ഞങ്ങളെപ്പോലെ തന്നെ മിഡിൽ ക്ലാസ്സിനും കുറച്ചിട്ട് താഴെയുള്ള ആൾക്കാരുണ്ട്. മിഡിൽ ക്ലാസ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഞങ്ങളൊക്കെ പാവപ്പെട്ട വീട്ടുകാരാണ്. അപ്പം ഞാനും അനിയത്തി അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്, വലിയ സാമ്പത്തികമൊന്നുമില്ല. ഞാൻ പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്നു. അനിയത്തി അന്നേരം 10-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ നിന്ന് 10ിലോട്ട് ജസ്റ്റ് ജയിച്ച് ആയണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമൊക്കെയാണ് ഞങ്ങളുടെ.
അതല്ലാണ്ട് വില്ലാണ്ട് ഒരുപാട് പൈസയൊന്നും ഉള്ള ഫാമിലി അല്ല, ഒരുപാട് പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. കൊച്ചു വീടും കുറച്ച് സ്ഥലവും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ ഞങ്ങൾക്ക് പറ്റുന്ന, ഞങ്ങളുടെ ഫാമിലിക്ക് പറ്റുന്ന ഒരു ചെറിയൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ നോക്കിയപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു ഫാമിലിയാണ്. പക്ഷെ അവിടെ 2 ആൺമക്കളും ഒരു പെങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു കൊച്ചു ഫാമിലി അങ്ങനെയാണ്. പെങ്ങളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് ഒരു അനിയനോ ചേട്ടനോ കണ്ടുള്ളത് അതും കല്യാണം കഴിച്ച് പിന്നെയുള്ള ഒരു പയ്യനാണ് എന്നെ കല്യാണ ആലോചനയായിട്ട് വന്നിട്ടുള്ളത്. എന്നെ എപ്പോഴും അമ്പലത്തിലെങ്ങാണ്ട് വെച്ച് കണ്ടിട്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത് അമ്പലമുണ്ട്, ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പൊ അവിടെ അങ്ങാണ്ട് വെച്ച് കണ്ടതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ടതാണ്, അകന്ന ബന്ധാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. അപ്പൊ അവർക്ക് പഠിച്ചൊരു പെൺകുട്ടി വേണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഡിമാൻഡുകളൊന്നും ഇല്ല. ഒരുപാട് സ്ത്രീധനോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് അവരുടെ ഫാമിലി ഒന്ന് വന്ന് ആ ചെറുക്കൻ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് അവരുടെ ഫാമിലി വന്നിട്ട് ഒന്ന് ആലോചിച്ചതാണ്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം, ഇപ്പൊ ഇപ്പൊ സാമ്പത്തികമായിട്ടൊന്നുമില്ല, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, ചേട്ടാ എനിക്ക് കല്യാണ ആലോചന വന്നിട്ടുണ്ട്, കല്യാണം ആലോചിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ചെറുക്കനാണ്. അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമായോ? അപ്പൊ എനിക്കങ്ങനെ ഒന്നുമില്ലല്ലോ, എനിക്ക് ആരോടും പ്രേമൊന്നും ഇല്ലല്ലോ, അപ്പൊ എനിക്ക് ആരായാലും പ്രശ്നമില്ലല്ലോ. പക്ഷെ എനിക്ക് ചേട്ടനോട് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുമില്ല, ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തോട്ട് കയ്യാലെ പുറത്ത് ഇങ്ങനെ തേങ്ങയുടെ വിട്ട് നിൽക്കുവാണ് കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കല്യാണത്തിനെ കുറിച്ച് ഞാൻ ആ നിമിഷം വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. സ്നേഹിക്കുന്നവരെ കല്യാണം കഴിക്കുന്നവരെ സ്നേഹിക്കുന്നതൊക്കെ ഓക്കെയാണ്, അതുവരെയൊക്കെ ഓക്കെ. എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോ അങ്ങനെ, അപ്പൊ ചേട്ടന് കുറച്ച് ടെൻഷനായി. കല്യാണം കല്യാണമൊക്കെ വരാറായോ, ഇവള് കല്യാണം കഴിക്കാറായോ? അപ്പോ പിന്നെ 2-3 ദിവസം അങ്ങനെ അങ്ങ് പോയിട്ടോ. അതിന് 2-3 ദിവസം കഴിഞ്ഞ് ചേട്ടനോട് പറഞ്ഞ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഓൾവേസ് പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ഒരു രീതിയിലോട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറച്ചാളെ ഒരു പ്രശ്നമല്ലാണ്ട് ഈ കല്യാണ ആലോചന ഈ പരിപാടികളൊക്കെ ഇങ്ങനെ അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ നടക്കണം. ആ വഴിക്ക് ഇതിങ്ങനെ ഇരിപ്പുണ്ട്, അന്വേഷിച്ചിട്ട് പറയാൻ അച്ഛൻ പറഞ്ഞല്ലോ. അപ്പൊ അത് അവിടെ ഒരു വശത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആയിട്ട് നടക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കുന്നു. ചേട്ടൻ ഇങ്ങനെ ഇഷ്ടമാന്ന് പറഞ്ഞു, ഞാൻ ഇഷ്ടമാണെന്ന് അങ്ങോട്ടും പറഞ്ഞു, അതൊരു വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് പോരാണ്ട് ഞാൻ പറഞ്ഞു, അപ്പൊ കുറച്ച് ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ എൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. ഇവർ വീട്ടിൽ നിന്നൊക്കെ ആള് വന്നതിന് ശേഷം എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിച്ചു, ഞാൻ ഇന്ന ആളാണ്. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല കേട്ടോ, കാരണം ഇനി അവരിപ്പോ കല്യാണം കഴിച്ച് ഫാമിലിയൊക്കെ ആയെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, ആയിട്ടുണ്ടാവണം. അപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അമ്മ കേട്ടോ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണേ. ആ ആള് ഒരു വല്ലാത്തൊരു രീതിയിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഓൾറെഡി എന്റെ മനസ്സിൽ ഈ ചേട്ടനോടുള്ള ഇഷ്ടം കിടക്കുവാണല്ലോ.